എവരി വൺ, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലളിത. അടുത്ത ദിവസങ്ങളിൽ വരുന്ന SSLC പരീക്ഷയിൽ മാത്തമാറ്റിക്സ് എക്സാമിനെ പേടിച്ചിരിക്കുകയാണോ നിങ്ങൾ? നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പാഠഭാഗത്തുള്ള മാത്തമാറ്റിക്സ് കോൺസെപ്റ്റുകളെ അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട് അതിനോരോ ഉദാഹരണങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പേടിയെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നടത്തുന്നത്. ഓരോ അധ്യായങ്ങളെയും ഓരോ ക്ലാസ്സുകളാക്കി എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആദ്യ ചാപ്റ്ററായ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് ആണ് എടുക്കുന്നത്. ആവറേജ് കുട്ടികൾക്ക് A+ലേക്ക് എത്താനും A+ കുട്ടികൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കാനും D+കാർക്ക് അവർക്ക് അനുയോജ്യമായ പ്രോബ്ലംസ് സെലക്ട് ചെയ്യാനുമുള്ള അവസരം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളിലേക്ക് ഈ ക്ലാസ് എത്തിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കാം, നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്. 2, 5, 8 തുടങ്ങിയ 11 തുടങ്ങി തുടർന്നു പോകുന്ന ഒരു സീക്വൻസ്, ഒരു ശ്രേണി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ശ്രേണിക്ക്, ഈ സീക്വൻസിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഇതിലെ പദങ്ങളെ, ടേംസ് എങ്ങനെ കിട്ടും? ഇതിലെ നമ്പേഴ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. പദങ്ങൾ, ടേംസ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ സംഖ്യയെയും അത് ടേംസ് എന്ന് പറയും. ഇത് 2 ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഇങ്ങനെ പോകും. 1-ാം പദം, 2-ാം പദം, 3-ാം പദം തുടങ്ങിയവയാണ്. ഈ സീക്വൻസിനൊരു പ്രത്യേകത നോക്കാം. 2 എന്ന നമ്പറിൽ തുടങ്ങി 3 വീതം, 2നോട് 3 കൂട്ടിയാലാണ് 5 കിട്ടുക, 5നോട് 3 കൂട്ടിയാലാണ് 8 കിട്ടുക. അതായത് 3 ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ കൂട്ടി കൂട്ടി കിട്ടുന്ന ഒരു സീക്വൻസ് ശ്രേണിയാണിത്. മനസ്സിലായല്ലോ? ഇത്തരം സീക്വൻസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അതായത് ഒരേ നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസിനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ് സമാന്തര ശ്രേണി എന്നൊരു ആശയമായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ 3 കൂടി പോകുന്നത്. എന്നാൽ നോക്കൂ, ഈ 5ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് ഏത് നമ്പറാണ് കിട്ടുന്നത്? 5ൽ നിന്ന് 2 കുറച്ചാൽ ആ ഡിഫറൻസ്, ആ വ്യത്യാസം 3 ആണ്. 8ൽ നിന്ന് 5 കുറച്ചാലും ഈ വ്യത്യാസം 3 തന്നെയാണ്. 11ൽ നിന്ന് 8 കുറച്ചാലും വ്യത്യാസം 3 തന്നെയാണ്. അതായത് പൊതുവാണ് ഈ വ്യത്യാസം, കോമൺ ആണ് ഈ ഡിഫറൻസ്, അല്ലേ? അതുകൊണ്ട് ഈ ഡിഫറൻസിനെ, അതായത് ഈ കൂടി പോകുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോഴെഴുതിയ ഈ സീക്വൻസിന്റെ, അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 എന്ന് കിട്ടും. പൊതുവ്യത്യാസം 3 ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ഈ നമ്പറും ഈ ടേംസും ഈ കോമൺ ഡിഫറൻസും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ആ സ്ഥാനം, പൊസിഷനും തമ്മിൽ. നോക്കൂ, 2 എന്ന ഫസ്റ്റ് ടേമിനോട്, 2നോട് ഒരു പ്രാവശ്യം 3 കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്, അല്ലേ? എന്നാൽ 2നോട് 8ലേക്ക് എത്താൻ 6 കൂട്ടിയത്. 6 എന്ന് പറയുന്നത് 2 3കളാണ്. അപ്പോഴാണ് 8 എന്ന പൊസിഷനിൽ ടേമിൽ എത്തിയത്. അതായത് ഫസ്റ്റ് ടേമിനോട് 1D കൂട്ടിയാൽ 2-ാം പദവും, 2D കൂട്ടിയാൽ 3-ാം പദവും, 3D കൂട്ടിയാൽ 4-ാം പദവും കിട്ടും എന്നർത്ഥം. ഇങ്ങനെ തുടർന്ന് പോകാം. അപ്പൊ ഫസ്റ്റ് ടേമിനോട് എന്ന് പറയണം എന്നില്ല. ഒന്നാമത്തേനോട് കൂടി നമുക്ക് ഫസ്റ്റ് ടേമിനോട് കൂടി 8-ാം പദത്തിലേക്ക് എത്തണമെങ്കിൽ 8ൽ നിന്ന് 1 കുറച്ച് 7 കോമൺ ഡിഫറൻസ്, 7D കൂട്ടിയാൽ മതി. 8-ാം പദം എന്നുള്ളതിനെ നമുക്ക് ചുരുക്കിയിട്ട് 8th ടേം എന്നുള്ളതിനെ ചുരുക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചതുപോലെ തന്നെ X8 എന്ന് കാണാം, എഴുതാം. നമുക്ക് ചില കുട്ടികൾ T8 ടേം 8th ടേം എന്നും പറയാവുന്നതാണ്. ഞാൻ ടെക്സ്റ്റിലുള്ള ആ ഒരു ഡിനോട്ട് ചെയ്ത രീതി സൂചിപ്പിച്ചേ ഉള്ളൂ. അതായത് 8th ടേം ഈക്വൽ ടു കിട്ടാനായിട്ട് ഫസ്റ്റ് ടേമിനോട് 7D ആഡ് ചെയ്താൽ മതി. ഈ 7 കിട്ടുന്നത് എങ്ങനെയാണ്? 8ൽ നിന്ന് ഫസ്റ്റ് ടേം 1 കുറച്ചാലാണ് 7 കിട്ടുന്നത്. നോക്കൂ, ഈ ഫസ്റ്റ് ടേം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ടേമുകൾ കാണാൻ പറ്റില്ലേ? ഉദാഹരണത്തിന് എനിക്ക് 11ലേക്ക് എത്തണമെങ്കിൽ, 11 എന്ന 1 2 3 4 ഫോർത്ത് ടേമിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് ഈ സെക്കൻഡ് ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിനോട് കൂടി 1 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഫോർത്ത് ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമിനോട് 2D, അതായത് ഈ 2D, 2 എന്ന നമ്പർ എങ്ങനെ കിട്ടും?
4-2 പൊസിഷൻസ് തമ്മിൽ ഡിഫറൻസ് കണ്ടാൽ മതി. അതാണ് ഈ 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കുമോ? 20th ടേം കിട്ടണമെങ്കിൽ 3rd ടേമിനോടുകൂടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും? 20 - 3 17 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. പല കുട്ടികളും ഫസ്റ്റ് ടേമിൽ നിന്ന് മാത്രമേ 20th ടേമിലേക്കോ വേറെ ടേമിലേക്കോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. നമുക്ക് ഏതൊരു പൊസിഷനിലുള്ള ടേം കിട്ടിയാലും അതിൻ്റെ മറ്റു പൊസിഷനിലുള്ള ടേമുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? എക്സാമ്പിളായിട്ട് 15th ടേം കിട്ടണമെങ്കിൽ 7th ടേമിനോടുകൂടി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് നോക്കാൻ മുന്നോട്ടുള്ള ടേം ആണെങ്കിൽ 7 കഴിഞ്ഞിട്ടാണ് 15 വരുന്നത്, 7th ടേം കഴിഞ്ഞിട്ടാണ് 15th ടേം വരുന്നത്. അതുകൊണ്ട് പ്ലസ് ആണ് ചെയ്യേണ്ടത്. എത്ര കോമൺ ഡിഫറൻസ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 15ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 8D ആഡ് ചെയ്യേണ്ടി വരും. 2 എക്സാമ്പിളും കൂടി നോക്കാം. എനിക്ക് 4th ടേം കിട്ടണം. കയ്യിൽ തന്നിരിക്കുന്ന പോയിന്റ് എനിക്ക് 15th ടേം ആണ്. 4th ടേം ഈക്വൽ ടു 15th ടേമിൽ നിന്ന് എന്ത് ചെയ്താലാണ് 4th ടേമിലേക്ക് എത്തുക എന്ന് ആലോചിക്കാം. 15th ടേമിന്റെ മുന്നേ ഉള്ള ഒരു ടേമാണ് 4th ടേം അല്ലേ? പുറകോട്ടാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്യണം. എത്ര കോമൺ ഡിഫറൻസ്? 15ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 15 - 4, അതായത് 11 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ അല്ലേ? മറ്റൊരെണ്ണം എനിക്ക് 17th ടേം കാണണം. കയ്യിലുള്ളത് 6th ടേം ആണ് എങ്കിൽ ഞാൻ 6th ടേം കഴിഞ്ഞിട്ടാണ് 17th ടേം വരുന്നത്. അതുകൊണ്ട് ആഡ് ചെയ്യുന്നു. എത്ര കോമൺ ഡിഫറൻസ്? 17ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 11D. എപ്പോഴും 11 എന്ന് വരണമെന്നില്ല. ഞാൻ എക്സാമ്പിൾ എടുത്തതിൽ അത് ആയെന്നേ ഉള്ളൂ. എക്സാമ്പിളായിട്ട് 25th ടേം കാണണം. എനിക്ക് കയ്യിലുള്ളത് 30th ടേം ആണ് അല്ലേ? 25th ടേം എന്ന് പറയുന്നത് 13th ടേമിന്റെ പുറകിലാണ്, മുൻപാണ്. അതുകൊണ്ട് മൈനസ് ചെയ്യണം. എത്ര കോമൺ ഡിഫറൻസ്? 25ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ് 5D മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിൽ നിന്നാണ് നെക്സ്റ്റ് പോയിന്റിലേക്ക്, നമുക്ക് കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിന് ആനുപാതികമാണ് എന്നാണ്, പ്രൊപ്പോർഷൻ ആണ്. ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിന് ആനുപാതികമാണ്. ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് എന്നതാണ്. അതായത് ടേം ഡിഫറൻസ് ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ പൊസിഷൻ ഡിഫറൻസിന് ആനുപാതികമാണ്. എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് 16th ടേമും 6th ടേമിലും തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും 2 ടേമുകൾ, ഈ 2 ടേമുകളും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് 16 - 6 ഇതിനെ ആനുപാതികമാണ്. ഇതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ആ കോൺസ്റ്റന്റ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇവയുടെ പൊസിഷൻ ഡിഫറൻസിനെ ആനുപാതികമാണ്. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷൻ. ഇവിടെ ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷൻ D ആണ് എന്നർത്ഥം, കോമൺ ഡിഫറൻസ് ആണ് എന്നർത്ഥം. അതായത് നമുക്ക് ഇതിൽ നിന്ന് മറ്റൊരു പോയിന്റ് കിട്ടും. കോമൺ ഡിഫറൻസ് കാണാൻ വളരെ സിമ്പിൾ ആണ്. 16th ടേം മൈനസ് 6th ടേം ബൈ 16 - 6. അതായത് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പിലുള്ള പദം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. പക്ഷെ അടുത്തടുത്ത 2 ടേമുകളല്ല നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള മാർഗമാണ് ടേം ഡിഫറൻസിനെ, 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ, പദവ്യത്യാസത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നത് ക്ലിയർ. ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് മറ്റൊരു ട്രിക്കാണ്, ഒരു ആശയമാണ് ഇത്. ക്ലിയർ? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക, നെക്സ്റ്റ് പോയിന്റ് ടേമുകൾ എങ്ങനെ കണ്ടെത്താം, അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ ഏത് പൊസിഷനിലുള്ള ടേമുകളെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് പഠിച്ചു. നെക്സ്റ്റ് പോയിന്റ് ആണ് ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിനെ ആനുപാതികമായിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള മറ്റൊരു മാർഗം തെളിഞ്ഞു കിട്ടിയത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നർത്ഥം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്.
പദവ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്നർത്ഥം. ക്ലിയർ ആയിരിക്കും അല്ലെ? ഈ ആശയങ്ങൾ പഠിച്ചതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ ആശയങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലത്തെ നോക്കാം. നമ്മൾ എടുത്തത് 2, 5, 8, 11 തുടങ്ങിയ ഈ സമാന്തര ശ്രേണിയാണ് അല്ലെ? എന്റെ ചോദ്യം, ഇതിൽ 101 ഒരു പദമാണോ എന്നാണ്. 101, 101 ഒരു ടേം ആണോ? അറിയില്ല നമുക്കത്. ടേം ആണോ, ഇതിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഖ്യയാണോ? ഈ സീക്വൻസ് ഇങ്ങനെ തുടർന്നു പോയാൽ 101 എന്ന നമ്പർ ഇതിലുണ്ടാകുമോ എന്നാണ് ചോദ്യം. നമുക്ക് 2 ആശയങ്ങൾ ഇവിടെ ഉപയോഗിക്കാം. ടേം ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പൊസിഷൻ ഡിഫറൻസ് എന്നാണ്. അതായത് പൊസിഷൻ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ ടേം ഡിഫറൻസ് എന്ന് പരിശോധിച്ചാൽ മതി. മെത്തേഡ് 1 എന്താണ്? ടേം ഡിഫറൻസ്. ഇതൊരു ടേം ആണെങ്കിൽ 101 നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ടേം കുറച്ചാൽ, നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു ചെറിയ നമ്പർ കുറച്ചാൽ മതി. നമുക്ക് 2 കുറച്ച് നോക്കാം. ദിസ് ഈസ് 99. ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഈ 3യുടെ മൾട്ടിപ്പിൾ ആണോ 99? ഒന്നും കൂടി പറയാം. നമുക്ക് തന്ന നമ്പർ ടേം ആണ് എന്ന് പറയില്ല. തന്ന നമ്പറിൽ നിന്ന് ഇതിലെ ഏതെങ്കിലും ഒരു ടേം കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഡിഫറൻസ് ഉണ്ടല്ലോ, വ്യത്യാസം, അത് ഈ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. എന്നാൽ എങ്ങനെയാണ് ഗുണിതമാണോ എന്ന് പരിശോധിക്കാം? 99 3യുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്കറിയാം. എങ്കിലും പരിശോധിക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഹരിച്ചു നോക്കുക. 99നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. നമുക്ക് മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ് എന്ന് ക്ലിയർ ആണ്. ശിഷ്ടം 0 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ശിഷ്ടം പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 കിട്ടുന്നുണ്ടോ എന്നാണ്. മൾട്ടിപ്പിൾ ആണോ എന്ന് വെച്ചാൽ, അതായത് ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. ഡിയുടെ ഗുണിതമാണ് ഇത്, ഗുണിതം. അതുകൊണ്ട് therefore ഏത് 101 പദമാണ്. ക്ലിയർ? ഈ ഡിഫറൻസ് 101 തന്ന നമ്പറും ഇതിലൊരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുന്നത് ഡിയുടെ മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ്. അതുകൊണ്ട് 101 എന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും എന്നർത്ഥം. ഇവിടെ ശിഷ്ടം 0 കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പറയും 101 അതിൽ ഉൾപ്പെടില്ല എന്ന് തന്നെ പറയും. മെത്തേഡ് 2 പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗം സ്വീകരിക്കാം. മെത്തേഡ് 2 ഇനി ഇതുപോലെ മുഴുവൻ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അല്ലെ, കോമൺ ഡിഫറൻസും നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്ക് മറ്റൊരു എളുപ്പമാർഗമുണ്ട്. അതല്ലെങ്കിലും ഈ മാർഗം ഉപയോഗിക്കാം. എങ്കിലും എളുപ്പം ഇത് ഉപയോഗിക്കലാണ്. അതായത് ഏതൊരു പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും എന്നാണ്. സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും ഏതൊരു ടേമിനെയും അതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും എന്ന ഒരു പോയിന്റ് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ നോക്കൂ. 2നെ ടേമിനെ 3 എന്ന പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? ശിഷ്ടം 2ൽ ഒരു 3കൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മുഴുവനും ബാക്കിയാണ് 2. ഇതിവിടെ പല കുട്ടികളും ഇത് തെറ്റിക്കാറുണ്ട്. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശിഷ്ടം കാണില്ല എന്നൊക്കെ പറയാറുണ്ട് കുട്ടികൾ ക്ലാസ്സിൽ. എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഹരിച്ചാൽ ആ ചെറിയ നമ്പർ മൊത്തം ശിഷ്ടമാണ്. 0 ടൈംസ് ഹരണബലം 0 ആണ് ഹരണബലം. അതിന്റെ ശിഷ്ടം വരുന്നത് 2 തന്നെയാണ്. ഇതേപോലെ 5നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അതായത് ഇതിന്റെ അർത്ഥം ഈ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകളാണ് ഈ ശ്രേണിയിലുള്ളത്, ഈ അരിതമെറ്റിക് സീക്വൻസിൽ ഉൾപ്പെടുന്നത്. എങ്കിൽ തന്ന നമ്പറിനെ പരിശോധിച്ചാൽ പോരെ? തന്ന നമ്പറിനെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. ശിഷ്ടം എത്ര വരും? ശിഷ്ടം നമുക്ക് കിട്ടുക അവിടെ 0 ആയതുകൊണ്ട് 2 കൂട്ടിയാൽ ശിഷ്ടം 2 തന്നെയായിരിക്കും. therefore എന്താണ്? 101 is a term. 101 ഒരു പദമാണ് എന്ന മാർഗവും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓൾജിബ്ര യൂസ് ചെയ്തിട്ടും ഇത് തെളിയിക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ച 2 കോൺസെപ്റ്റിൽ ഉപയോഗിച്ച് പദമാണോ എന്ന പരിശോധനയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇത് നമ്മൾ പഠിക്കുന്നത് സമാന്തര ശ്രേണിയുടെ ബീജഗണിതമാണ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. ബീജഗണിതം ഏതിന്റെ? സമാന്തര ശ്രേണിയുടെ ബീജഗണിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2, 5, 8 തുടങ്ങിയ ഈ ശ്രേണിയുടെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപമാണ്. അല്ലാതെ
തുകയുടെ അല്ല, രണ്ട് ബീജഗണിത രൂപങ്ങൾ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അരിതമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയുടെ ഓൾജിബ്ര ബീജഗണിത രൂപമാണ്. ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. എന്താണ് ഈ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇതിലെ ഓരോ പദവും കിട്ടുന്നത് ഇതുമായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് കണക്ഷൻ ഉണ്ട്. 1, 2, 3 തുടങ്ങിയ എണ്ണൽ സംഖ്യകളുമായിട്ട് ഇതിനെ ഒരു റിലേഷൻ ഉണ്ട്. ഈ 2ഉം 1ഉം തമ്മിലുള്ള ഒന്നാമത്തെ ടേമാണ് 2 അല്ലേ? അതുകൊണ്ട് ഈ 2ഉം 1ഉം പൊസിഷനും ആ ടേമും തമ്മിലുള്ള ആ റിലേഷൻ തന്നെയാണ് ഈ സെക്കൻഡ് പൊസിഷനും ഈ ടേമും തമ്മിലുള്ള ബന്ധവും ഉണ്ടാകുക. ആ ബന്ധം എന്താണെന്ന് കണ്ടെത്തലാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. അതായത് ഒന്നിനെ ഏതോ ഒരു ക്രിയകൾ ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. അതേ ക്രിയകൾ തന്നെ 2നെ ചെയ്താൽ നമുക്ക് 5 കിട്ടും. എന്താണ് നിയമം എന്ന് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ റൂൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ആ സൂത്രം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇതിലെ നിയമം കണ്ടുപിടിക്കാൻ ഇതിലൊരു ജനറൽ പൊതു പദം കണ്ടെത്തുകയാണ്. ഒരു പൊതുവായ ഒരു പദം ഞാൻ xn എന്നെടുത്താൽ, xn എന്നെടുത്താൽ ആ nth ടേം കിട്ടാനുള്ള മാർഗം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ടേമിനോട് കൂടി എത്ര കോമൺ ഡിഫറൻസ്? ഫസ്റ്റ് ടേമിനോട് കൂടി n-1 കോമൺ ഡിഫറൻസ് കൂട്ടണം എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഫസ്റ്റ് ടേം അറിയാം, d കോമൺ ഡിഫറൻസ് അറിയാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം കിട്ടും. പല കുട്ടികളും d നെഗറ്റീവ് വരുന്ന സന്ദർഭങ്ങളിൽ ഈ ബ്രാക്കറ്റ് നീക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. n-1d എന്നുള്ളത് കാണാൻ ബുദ്ധിമുട്ടാറുണ്ട് ഓൾജിബ്ര വരുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് നമുക്കൊന്ന് ബ്രാക്കറ്റ് നീക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: dn പ്ലസ് f-d എന്ന ഫോർമുല പഠിച്ചാലും മതി, സൂത്രം പഠിച്ചാലും മതി. nth ടേം എന്നാം പദം കാണുന്നതിനുള്ള മാർഗമാണ് dn പ്ലസ് f-d. d എന്താണെന്നറിയാം, കോമൺ ഡിഫറൻസ്. f ഫസ്റ്റ് ടേം ആണെന്നും അറിയാം. ഇതിൽ ഉപയോഗിച്ച് ഇതിന്റെ ആൾജിബ്ര എന്തായിരിക്കും? d എന്ന് പറയുന്നത് d3 ആണെന്നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട d എന്ന നമ്പർ 3 ആണെന്നും f ഫസ്റ്റ് ടേം അത് 2 ആണെന്നും നമുക്കറിയാം. എങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3n പ്ലസ് 2 മൈനസ് 3, അതായത് 3n പ്ലസ് 2ൽ നിന്ന് 3 കുറച്ചാൽ -1 ആണ്. അത് നമുക്ക് നേരിട്ട് എഴുതാം, -1. 3n - 1 എന്നുള്ളതാണ് ഇതിന്റെ ഓൾജിബ്ര. ഈ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാകുന്നത് ഈ റൂൾ ഉപയോഗിച്ചാണ്. എന്താണ് റൂൾ? 3a അതിന്റെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് പൊസിഷൻ നമ്പറിനെ 3 ടൈംസിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് ടേം കിട്ടും. നോക്കാം, പൊസിഷൻ നമ്പർ 1 ആണ്. ആ പൊസിഷൻ നമ്പറിന്റെ 3 ടൈംസ് 1 × 3 3ൽ നിന്ന് 1 കുറയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. 3ൽ നിന്ന് 1 കുറച്ചാൽ 2 കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ഈ പൊസിഷൻ നമ്പർ 3 ആണ്. പൊസിഷൻ നമ്പർ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. അതിൽ നിന്ന് 1 കുറച്ചാൽ ആ തേർഡ് ടേം കിട്ടും. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ഏതൊരു പൊസിഷനിലുള്ള ടേമും നമുക്ക് ഈ ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓൾജിബ്ര കാണാൻ പറഞ്ഞാൽ ഇതാണ് മാർഗം. ഈ 2 ഫോർമുലകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം നിങ്ങൾക്ക് താല്പര്യപ്രകാരം ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര, ആ ഓൾജിബ്രായിക് ഫോമിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അടുത്ത നമ്മൾ പ്രൊജക്റ്റും അസൈൻമെന്റും ഒക്കെ ആയി ക്ലാസ്സുകളിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓൾജിബ്രായിക് ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്, അത് ബീജഗണിത രൂപത്തിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു nth ടേം എന്ന് പറയുന്നത് dn പ്ലസ് f-d എന്ന ഫോം ആണെന്ന് അല്ലേ? ഞാനിതിനെ dn, അതായത് n ഉൾപ്പെടുന്ന ഒരു ബീജഗണിത രൂപമായിരിക്കും അല്ലെ? ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിരിക്കും n ഉൾപ്പെടുന്നത്. ഇതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇത് ഒരു n-ന്റെ കോയിഫിഷ്യന്റ് d ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, ഇത് ഡിക്ക് വരെ an പ്ലസ് ബി എന്ന രൂപമായിരിക്കും. എല്ലാ ഓൾജിബ്രായിക് ഫോമും അരിത്മെറ്റിക് സീക്വൻസിന്റെ ആണെങ്കിൽ അതിന്റെ nth ടേം an പ്ലസ് ബി എന്ന ഫസ്റ്റ് ഡിഗ്രി ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിരിക്കും. ഇതിന്റെ പവർ 1 ആണ് എന്നിന്റെ അല്ലേ? ഇതിന്റെ പവർ 1 ആണ്. അതായത് ഇതൊരു ലീനിയർ
ഫോം ആയിരിക്കും എന്നർത്ഥം. നിങ്ങൾക്ക് ഇതിനെ നമുക്ക് ഒരു പ്രത്യേകത ഇതിൽ നിന്ന് കണ്ടെത്താവുന്നത് എന്നിന്റെ കോയിഫിഷ്യൻ, എന്നിന്റെ ഗുണകമാണ് ഡി എന്ന് പറയുന്നത്. അതായത് ഡി കണ്ടെത്താനുള്ള മാർഗം കോയിഫിഷ്യന്റ് ഓഫ് എൻ ആണ്. ഓൾജിബ്രൈക് ഫോമിലെ കോയിഫിഷ്യന്റ് ചുരുക്കി എഴുതിയതാണ്. കോയിഫിഷ്യന്റ് ഓഫ് എൻ ആണ്. എന്നിന്റെ ഗുണകം, എന്നിന്റെ അടുത്തുള്ള നമ്പർ ഉണ്ടല്ലോ, അതാണ് അതിന്റെ കോമൺ ഡിഫറൻസ് ആയി പൊതുവ്യത്യാസമായി വരുന്നത്. അതുപോലെ ഇതിൽ ഫസ്റ്റ് ടേം കണ്ടെത്താനും മാർഗമുണ്ട്. എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് ബി ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം കാണാനുള്ള മാർഗം എഫ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ഥിരസംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. എന്നിന്റെ കോയിഫിഷ്യന്റും അതിന്റെ സ്ഥിരസംഖ്യയും തമ്മിൽ കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും എന്നർത്ഥം. ഇതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രൊജക്റ്റ് അസൈൻമെന്റിൽ കൂടി നിങ്ങൾ തന്നെ കണ്ടെത്തിയ കാര്യങ്ങളാണിത്. ക്ലിയർ? nth ടേം എന്ന് പറയുന്നത് an+b എന്ന രൂപത്തിലായിരിക്കും. an+b എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രൈക് ഫോം, ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒന്നാം കൃതിയുള്ള ഒരു ബീജഗണിത വാചകം ആയിരിക്കും. ക്ലിയർ? അതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് എന്നിന്റെ അടുത്തുള്ള സംഖ്യ, എന്നിന്റെ ഗുണകം. ഫസ്റ്റ് ടേം കിട്ടുന്നതിനെ നിങ്ങൾ ഒരു സൂത്രം ചെയ്താൽ മതി, എയും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്നാണ്. നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ എടുത്ത 2, 5, 8 എന്ന സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രൈക് ഫോം കണ്ടെത്തിയത് ഓർമ്മയുണ്ടാവും അല്ലേ? എന്തായിരുന്നു അത്? 3n-1 എന്നായിരുന്നു. ഓർക്കുന്നുണ്ടാവും. നോക്കാം. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിന്റെ അടുത്തുള്ള സംഖ്യ, എന്നിന്റെ കോയിഫിഷ്യൻ, എന്നിന്റെ ഗുണകം +3 ആണ്. ശരിയല്ലേ ആയിരുന്നു? 2, 5, 8 അതിന്റെ കോമൺ ഡിഫറൻസ് 3 തന്നെയായിരുന്നു. ഫസ്റ്റ് ടേം ഇത് മാത്രം തന്നാൽ മതി. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കാണാം. ഇതിന്റെ എന്നിന്റെ കോയിഫിഷ്യന്റും അതിലെ കോൺസ്റ്റന്റ് ടേമും തമ്മിൽ ആഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അതായത് 3 + കോൺസ്റ്റന്റ് ടേം -1 ആണ്. -1 അതായത് +2 അല്ലേ? ഫസ്റ്റ് ടേം 2-ൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ? 2-ൽ നിന്ന് തുടങ്ങി 3 വീതം കൂടി വരുന്ന ഈ സീക്വൻസ് ആണ് ഇത് എന്നർത്ഥം. നമ്മൾ പറഞ്ഞ ഈ ഓൾജിബ്രൈക് ഫോം ഈ സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആയിരിക്കും? അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ബീജഗണിത രൂപം, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക എന്നൊരു ചോദ്യം സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓൾജിബ്രൈക് ഫോം കണ്ടെത്തുക എന്നത് മറക്കാതെ ഇത് ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓൾജിബ്രൈക് ഫോം തന്ന് സീക്വൻസ് എഴുതാൻ പറഞ്ഞാലും എന്നിന് 1, 2, 3 വിലകൾ കൊടുത്ത് നമുക്കിതിൽ സീക്വൻസ് എഴുതാം. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും അത്രയൊന്നും സമയം മെനക്കെടുത്താതെ തന്നെ ഇതിന്റെ ഡി കണ്ടെത്താം. നമ്മൾ പ്രൊജക്റ്റ് അസൈൻമെന്റ് ഒക്കെ ചെയ്ത് കണ്ടെത്തിയ ആ ഒരു ആശയങ്ങൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഡി എന്ന് പറയുന്നത് എന്നിന്റെ കോയിഫിഷ്യന്റ് ആണെന്നും എഫ് എന്ന് പറയുന്നത് ഈ സംഖ്യകൾ 3-ഉം -1-ഉം തമ്മിൽ ആഡ് ചെയ്തതാണെന്നും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രോബ്ലങ്ങൾ ചെയ്യാവുന്നതാണ്. ക്ലിയർ? നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണിത്. ആൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഏത് മെത്തേഡും, ശരിയായ രീതിയിലുള്ള ഏത് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൾജിബ്ര തന്നെ ഉപയോഗിക്കണം ഇവിടെ നിർബന്ധമൊന്നുമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5, 8, 11 തുടങ്ങിയ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് എത്രയും കുറച്ച് സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പ്രോബ്ലംസിനൊക്കെ സമയം നഷ്ടപ്പെടും, കുറേ സമയം ഒരു പ്രോബ്ലത്തിന് ഉപയോഗിച്ചാൽ. ഇവിടെ നോക്കൂ, ഇതിലെ 5, 8, 11 എന്നുള്ളതിൽ ഡി എത്രയാണ്? 3 ആണ് അല്ലേ? നിങ്ങൾക്ക് ഇതിലെ പദമാകണമെങ്കിൽ നമ്മളൊരു സൂത്രം പറഞ്ഞിരുന്നു, പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം തുല്യമായിരിക്കുമെന്ന്. ഇതിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് 3 കൊണ്ട് ഹരിച്ചാൽ ഇതിലെ ശിഷ്ടം എത്ര കിട്ടും? ശിഷ്ടം 3-നെ 5 ഒരെണ്ണത്തിനെ ചെയ്ത് നോക്കിയാലും മതി. 5-നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ്. എങ്കിൽ ഇതിലെ എല്ലാ പദങ്ങളെയും പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടും. ഉറപ്പാണത്. എങ്കിൽ പൂർണ്ണവർഗങ്ങളെയൊക്കെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും എന്നത് നമുക്ക് പരിശോധിക്കാം. എന്താണ് പൂർണ്ണവർഗങ്ങൾ? 1² 1 ഒരു പൂർണ്ണവർഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 സ്ക്വയർ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയറുകളാണ് അല്ലേ? 4, 3² 9 ഇതൊക്കെ പൂർണ്ണവർഗങ്ങളാണ്. ഈ പൂർണ്ണവർഗങ്ങളെ 1-നെ കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? ശിഷ്ടം എത്രയാണ്? 1-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3യേക്കാൾ ചെറുതാണ് 1. അപ്പൊ 0 ടൈംസ് കഴിഞ്ഞാൽ ബാക്കി 1 മുഴുവൻ ശിഷ്ടമാണ്, റിമൈൻഡർ ആണ് അല്ലേ? ഇതേപോലെ 4-നെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് 1 തന്നെയാണ്. 9-നെ
3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0. ഇങ്ങനെ നിങ്ങൾ 3 4 എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും പൂർണ്ണവർഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0ഉം 1ഉം മാത്രമേ വരികയുള്ളൂ. പൂർണ്ണവർഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0ഉം 1ഉം മാത്രമേ വരികയുള്ളൂ, 2 വരില്ല. അതായത് അതിൻ്റെ അർത്ഥം ശിഷ്ടം 2 വരില്ല എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൽ ഏത് ഉൾപ്പെടില്ല? പൂർണ്ണവർഗങ്ങളൊന്നും ഉൾപ്പെടില്ല. കാരണം ഈ സീക്വൻസിലെ പദം ആവണമെങ്കിൽ, ടേം ആവണമെങ്കിൽ എന്താവണം? പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടണം. എന്നാൽ പൂർണ്ണവർഗങ്ങളെ പെർഫെക്റ്റ് സ്ക്വയറിനെ പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയിലെ ഈ ശ്രേണിയിലെ പദമല്ല. ഏത്? പൂർണ്ണവർഗങ്ങളൊന്നും പദമല്ല എന്ന ഒരു ലോജിക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലും SLC പരീക്ഷകൾക്കും ഇതേപോലെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. അത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം ശരിയായ നിങ്ങൾ ആൾജിബ്ര കോൺസെപ്റ്റ് ഉപയോഗിച്ച്, ഏത് കോൺസെപ്റ്റ്, ആൾജിബ്ര എന്ന കോൺസെപ്റ്റോ ഏതാണോ നിങ്ങൾക്ക് പരിചയം ആ രീതി ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് തുകകൾ എന്നുള്ള പദങ്ങളുടെ തുക എന്ന ഭാഗത്ത് നമുക്ക് ഈ ഓൾജിബ്രയാണ്, സം ഓഫ് n ടേംസിന്റെ ഓൾജിബ്ര. അതിൽ നിന്ന് എത്ര പദങ്ങളുടെ തുക വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം an+b ആണെങ്കിൽ, അതായത് nth ടേം an+b ആണെങ്കിൽ അതിന്റെ സം ഓഫ് n ടേംസ്, അതായത് തുകയുടെ ബീജഗണിത രൂപം ഇതായിരിക്കും എന്നർത്ഥം. a×n+1/2 പ്ലസ് bn എന്ന രൂപത്തിലായിരിക്കും. ഇതായിരിക്കും ആ സൂത്രം n ടേംസിന്റെ സം കാണാനുള്ള മാർഗം. a×n+1/2 പ്ലസ് bn എന്ന രൂപത്തിലാണ് ഈ തുക എന്ന് പറയുന്നത്. ഈ തുക തന്നെ ഈ എയും ബിയും ഈ nth ടേമിൽ ഉള്ള എയും ബിയും തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. n എന്ന് പറയുന്നത് എത്ര പദങ്ങളുടെ തുകയാണോ കാണേണ്ടത് അതാണ് n, എണ്ണമാണ് n എന്ന് പറയുന്നത്. ഇത് ഈ സൂത്രം തന്നെ നമുക്ക് മറ്റു രീതിയിലും എഴുതാം. d/2n² പ്ലസ് f - d/2 × n എന്ന സൂത്രത്തിലൂടെയും ഫസ്റ്റ് ടേമും അതുപോലെ ഡിയും അറിയുമെങ്കിൽ നേരിട്ട് സം കാണാൻ ഈ സൂത്രവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഇതിനപ്പുറം നിങ്ങൾ വേറൊരു സൂത്രം കൂടി പഠിച്ചിട്ടുണ്ടാവും. n/2 × 2f + n - 1 × d എന്നൊരു സൂത്രവും നമുക്കറിയാം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സം ഓഫ് n ടേംസ് എല്ലായ്പ്പോഴും ഒരു ഓൾജിബ്രൈക് ഫോം ഏത് രൂപത്തിലായിരിക്കും? ഒരു n² ഉൾപ്പെടുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിരിക്കും എന്നർത്ഥം. രണ്ടാകൃതിയുള്ള ഒരു ബീജഗണിത വാചകമാണ് ഇത്. n² ഉൾപ്പെടുന്ന പദം നിർബന്ധമായും ഉണ്ടായിരിക്കും. n ഉൾപ്പെടുന്ന പദം അത് ആ സമാന്തര ശ്രേണിയെ ആശ്രയിച്ചിരിക്കും. ക്ലിയർ ആയില്ലേ? എന്നാൽ ഒരു സ്ഥിരസംഖ്യ ഒരിക്കലും സം ഓഫ് n ടേംസിൽ ഉണ്ടായിരിക്കില്ല. തുകയുടെ ബീജഗണിത രൂപത്തിൽ ഒരിക്കലും ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കില്ല. വേരിയബിൾ, ചരം, അതായത് n² എന്ന ടേംസ് മാത്രമേ ഉൾപ്പെടുന്ന ടേംസ് മാത്രമേ പരമാവധി ഇതിൽ ഉണ്ടായിരിക്കൂ. ചരമില്ലാത്ത, വേരിയബിൾ ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ടേം ഇതിൽ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. ഈ സം ഓഫ് n ടേംസ് an² പ്ലസ് bn, a എന്ന് പറയുന്നത് d/2 ആണെന്നും a = d/2 ആണെന്നും b എന്ന് പറയുന്നത് f - d/2 ആണെന്നൊക്കെയുള്ള ഒരു ആശയത്തിലേക്ക് നമുക്ക് അടുത്തതായി കടക്കാം. അത് കണ്ടുപിടിക്കാം എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്നതാണ് അടുത്തത് പറയുന്നത്. സം ഓഫ് n ടേംസ് = an² പ്ലസ് bn എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ? എങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതിലെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 2a തുല്യമായിരിക്കും. 2 × കോയിഫിഷ്യന്റ് ഓഫ് n², 2 × കോയിഫിഷ്യന്റ് ഓഫ് n², കോയിഫിഷ്യന്റ് ഓഫ് n². n²ന്റെ ഗുണകത്തിന്റെ n²ന്റെ അടുത്തുള്ള ഈ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ്. ക്ലിയർ ആയില്ലേ? d = 2a. ഇവിടെ നമ്മൾ a എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം കിട്ടാൻ ഒരു മാർഗമുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലെ അതും മുമ്പ് പറഞ്ഞ പോലെ തന്നെ n² കോയിഫിഷ്യന്റ് പ്ലസ് n കോയിഫിഷ്യന്റ് എന്നാണ്. അതായത് a പ്ലസ് b എന്ന ഈ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന്
സമ്മ് തന്നു കഴിഞ്ഞാൽ, സമ്മിൻ്റെ ഓൾജിബ്രൈക് ഫോം തന്നു കഴിഞ്ഞാൽ സീക്വൻസിലേക്ക് എത്താനായിട്ട് സാധിക്കും. സീക്വൻസിലേക്കോ അതിൻ്റെ ഓൾജിബ്രയിലേക്കോ എത്താനായിട്ട് സാധിക്കും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഒരു സമ്മിൻ്റെ ഓൾജിബ്ര 2n² + 3n എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. സം ഓഫ് n ടേംസ്. ചോദ്യം ഈ സീക്വൻസിന്റെ ഓൾജിബ്ര കാണുക എന്നാണ് ചോദ്യം. എന്താണ്? സം ഓഫ് n ടേംസ് ഇതാണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് സമ്മിന്റെ ഓൾജിബ്രൈക്, സം ഓഫ് ടേംസിന്റെ ഓൾജിബ്രൈക് ഫോം ഇതാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സീക്വൻസ് എഴുതാനോ അല്ലെങ്കിൽ അതിന്റെ ഓൾജിബ്ര എഴുതാനോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉടനെ പറയാം ഇത് ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, ഇത് ഏത് ഫോമാണ്? an² + bn എന്ന ഫോമാണ്. a എന്ന് പറയുന്നത് എത്രയാണ്? n² കോഎഫിഷ്യന്റ് 2 ആണ്. b എന്ന് പറയുന്നത് n കോഎഫിഷ്യന്റ് +3 ആണ്. എങ്കിൽ d എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2a ആണ്. 2 × 2 4 ആണ് എന്ന് മനസ്സിലാവും. ഫസ്റ്റ് ടൈം കിട്ടാൻ എയും ബിയും കൂടി കൂട്ടിയാൽ മതി. a + b = 2 + 3 5 എന്ന് കിട്ടി. അതായത് ഫസ്റ്റ് ടൈം 5ൽ നിന്ന് തുടങ്ങി എത്ര വീതം കൂടി പോകുന്ന 4 വീതം കൂടി പോകുന്ന സീക്വൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഓൾജിബ്ര നമ്മൾ പഠിച്ചതുപോലെ അതും കണ്ടെത്താം. എഫും ഡിയും ഒക്കെ അറിയുന്നത് കാരണം നമുക്ക് ഓൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപവും സീക്വൻസിന്റെ ബീജഗണിത രൂപവും കണ്ടെത്താനായിട്ട് വിഷമമില്ല, അല്ലേ? പക്ഷേ തുകയുടെ ബീജഗണിത രൂപം കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഓർഡർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കാണലാണ്. ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനുണ്ട്, അല്ലേ? 1 + 2 + 3 എക്സെട്ര. അങ്ങനെ എത്ര എണ്ണൽ സംഖ്യകളാണെങ്കിൽ അത്ര എണ്ണത്തിന്റെ തുക കാണാനുള്ള മാർഗമാണ്. നമ്മളിപ്പോൾ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്ന് ചോദിച്ചാൽ എന്നാമത്തെ എണ്ണൽ സംഖ്യ n തന്നെയായിരിക്കും. ഒന്നാമത്തെ എണ്ണൽ സംഖ്യ 1, രണ്ടാമത്തെ എണ്ണൽ സംഖ്യ 2, എന്നാമത്തെ എണ്ണൽ സംഖ്യ n. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നിങ്ങൾ പഠിച്ച സൂത്രം ഓർത്തെടുക്കുക. n × n + 1/2. അതായത് അവസാനത്തെ എണ്ണൽ സംഖ്യ ഇൻറ്റു അതിനോട് അടുത്ത എണ്ണൽ സംഖ്യ ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, ഗുണിച്ച് പകുതി കാണുക. n × n + 1/2. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 10 × 11/2. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക 50 × 51/2 എന്നിങ്ങനെ പോകും. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വന്നത്. ഇരട്ട സംഖ്യകളുടെ തുക, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എത്ര എണ്ണമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. n ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്നാമത്തെ ഇരട്ട സംഖ്യ നിങ്ങൾക്കറിയാം, അല്ലേ? ആദ്യത്തെ ഇരട്ട സംഖ്യ 1, 2 × 1 ആണ്. അടുത്ത 2 × 2 ആണ്, അതായത് 2n ആണ്. അറിഞ്ഞില്ലെങ്കിലും വിരോധമില്ല. ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള മാർഗം ഇതിൽ നിന്നാണ് വന്നത്. അതായത് 2 ബ്രാക്കറ്റിന് പുറമെ എടുത്തിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. n × n + 1 എന്ന ഒരു ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വെച്ചത്, അല്ലേ? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n + 1. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടുത്ത 1 + 3 + 5 + 7 എന്ന് പറയുന്ന ഇതിലേക്ക് കടന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, എന്നാമത്തെ ഒറ്റ സംഖ്യ 2n - 1 ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ n² എന്നൊരു സൂത്രവും പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക n². ഇത് ഈ 2ന്റെ ഗുണിതങ്ങൾ പോലെ 3ന്റെ ഗുണിതം എല്ലാം നമ്മൾ പഠിച്ചതാണ്. എങ്കിൽ ഇതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ട വന്നാൽ നമുക്ക് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. പാറ്റേണുകളൊക്കെ തരുമ്പോൾ നമുക്കിത് പലപ്പോഴും ആവശ്യം വരുന്ന ഫോർമുലാസ് ആണ്, അല്ലേ? SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പാറ്റേണുകളും സമാന്തര ശ്രേണികളുടെ പാറ്റേണുകൾ തരാറുണ്ട്. ആ പാറ്റേണിലൊക്കെ ഈ സൂത്രങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ, അല്ലേ? പിന്നെ ഏതൊരു സമാന്തര ശ്രേണിയുടെയും, ഇത് എണ്ണൽ സംഖ്യ, ഇത് ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, ഇങ്ങനെയല്ല, ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും എത്ര നമ്പറുകളുടെ ടേംസുകളുടെ സം കാണാനുള്ള സൂത്രമാണ് അടുത്തത് നമ്മൾ പഠിച്ചത്. അതായത് ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുക കാണാൻ ഉള്ള സൂത്രം, തുക കാണാനുള്ള സൂത്രം ജോഡികളാക്കി തിരിച്ചുകൊണ്ട് നമുക്ക് ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയിലെ സംഖ്യകളുടെ പദങ്ങളുടെ തുക. ജോഡികളുടെ എണ്ണത്തെ ഒരു ജോഡിയിലെ പദങ്ങളുടെ എണ്ണം. അപ്പൊ എങ്ങനെയാണ് ജോഡിയാക്കുക? ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക എങ്ങനെ ജോഡിയാക്കും? ഇപ്പൊ ഒരു സമാന്തര ശ്രേണി 2, 5, 8,
11 എക്സെട്ര അല്ലേ. നമ്മളിതിൽ 101 പദമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് 101 വരെയുള്ളത്. ഇതിൻ്റെയൊക്കെ തുക കാണാൻ പറഞ്ഞാൽ, ഈ പദങ്ങളുടെയൊക്കെ തുക കാണാൻ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായി ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ്. ഇതൊരു ജോഡിയാക്കുക. ആ പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ തുല്യമായിരിക്കണം. അതായത് ഇവിടെ ആദ്യത്തെ ആണെങ്കിൽ അവസാനത്തേതും ആദ്യത്തെ. 2 101 കൂട്ടി എത്രയായിരിക്കും? 103 ആയിരിക്കും അല്ലേ. ഇതേപോലെ 5ഉം ഇതിന്റെ മുൻപ് 98 വരിക. 3 കോമൺ ഡിഫറൻസ്. ഇത് കൂട്ടിയാലും എത്ര തന്നെയാണ്? 5ഉം 98ഉം കൂട്ടിയാലും 103 തന്നെയാണ്. ഇങ്ങനെ ഇതിൽ എത്ര എണ്ണമുണ്ടോ അത്രയും എണ്ണത്തിന്റെ പകുതിയായിരിക്കും ജോഡികളുടെ എണ്ണം. ആ ജോഡികളുടെ എണ്ണത്തെ 103 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഇതിലെ ജോഡികൾ എത്ര എണ്ണമുണ്ട് എന്ന് കാണാം, എന്താ ചെയ്യുക എന്നല്ലേ. ഞാൻ അത് മുന്നേ പറഞ്ഞു തന്നില്ല, അതും കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. പദങ്ങളുടെ എണ്ണം കാണാനുള്ള സൂത്രം കൂടി മനസ്സിലോർത്ത് വെക്കുക. എണ്ണം കാണാൻ നിങ്ങൾ എടുത്ത ആ സീക്വൻസിന്റെ അവസാനത്തെ സംഖ്യ, സീക്വൻസ് ചിലപ്പോൾ ഇനിയും തുടർന്ന് പോകുന്നുണ്ടാവും. നമുക്ക് ഏത് വരെയാണോ വേണ്ടത് അതിൽ ലാസ്റ്റ് അവസാന പദം, ലാസ്റ്റ് ടേം മൈനസ് ഇതിലെ ആദ്യത്തെ പദം, ആദ്യത്തെ ആവണമെന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ തന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ബൈ ഇതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുക, അതിനോട് കൂടി 1 കൂട്ടുക. ഇത് നമുക്ക് എവിടുന്ന് വന്നതാണ്? നമ്മൾ ആൾജിബ്രൈക് ഫോം ഒക്കെ പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതിന് മുൻപ് എത്ര പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണ് പോകുന്നത് എന്ന ഒരു ആ ഭാഗത്തൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇന്ന് കണ്ടെത്തിയെന്ന സൂത്രങ്ങളാണ് ഇതൊക്കെ. അതായത് എണ്ണം കാണാൻ ലാസ്റ്റ് ടേം നിങ്ങൾ എടുത്ത സീക്വൻസ് ഏതുവരെയാണോ എടുത്തത് ആ എടുത്തതിൽ അവസാനത്തെ ടേം മൈനസ് ആദ്യത്തെ ടേം ബൈ ഡി പ്ലസ് 1. ഈ ആദ്യത്തെ അല്ല, രണ്ടാമത്തെ എടുക്കണമെങ്കിൽ +2 കൊടുക്കേണ്ടി വരും അല്ലേ. എത്രാമത്തെ തൊട്ടാണോ നമ്മൾ എടുക്കുന്നത് അതാണ് ഇവിടെ +1 എന്ന് പറയാൻ കാരണം ഞാൻ ഇവിടെ ആദ്യത്തെ എടുത്തത് കൊണ്ടാണ്. ക്ലിയർ? അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ഇവിടെയാണെങ്കിൽ 101 -2 99നെ 3 കോമൺ ഡിഫറൻസ് 3, 99ലെ 3 കൊണ്ട് ഹരിച്ചാൽ 33, 33 1 34 എന്നർത്ഥം. 34ാമത്തെ പദമാണ് 101. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. 101 ഈ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്ന് കണ്ടാൽ ഓൾജിബ്ര യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ പെട്ടെന്ന് കിട്ടും. D = എണ്ണം സമം ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ബൈ ഡി പ്ലസ് 1 എന്ന ഒരു ഐഡിയ ഉപയോഗിച്ചാലും മതി. എണ്ണം എന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്ന nth ടേം xn ആയിരിക്കും, മൈനസ് ഫസ്റ്റ് ടേം x1 ബൈ ഡി പ്ലസ് 1 എന്ന ഫോർമുല. ഇവിടെ +1 ബ്രാക്കറ്റിലിടാൻ ഇത്, അല്ലെങ്കിൽ പല കുട്ടികളും ഇതിനോട് കൂടി +1 ന്യൂമറേറ്ററിലെ അംശത്തിൽ എഴുതി പോകാറുണ്ട്. അല്ല, ഈ ഭിന്നസംഖ്യയോടുകൂടി ഈ ഫ്രാക്ഷനോട് കൂടി 1 കൂട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. n = xn - x1 ബൈ ഡി പ്ലസ് 1 എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റും സൂത്രങ്ങളും ഈ തുക കാണാൻ പലതരം ചോദ്യങ്ങൾ വരും. അതിലെ മറ്റ് സൂത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ ജോഡികളുടെ എണ്ണം ഇൻറ്റു ജോഡികളുടെ തുക എന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെയാക്കാം. n ടേംസ് ആണെങ്കിൽ ജോഡികളുടെ എണ്ണം n/2. ജോഡികളുടെ എണ്ണം കാണാൻ പദങ്ങളുടെ എണ്ണത്തെ 2 കൊണ്ട് ഹരിക്കുക, പകുതി കാണുക. ഒരു ജോഡിയുടെ തുക, അതായത് 1ാം പദവും n-ാമത്തെ അവസാനത്തെ പദവും തമ്മിൽ കൂട്ടുക. ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക, ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയിലെ പദങ്ങളുടെ തുക. അപ്പൊ ഇതൊരു സൂത്രവാക്യമാണ് അല്ലേ. നമ്മൾ മുൻപ് ഒരു ഓൾജിബ്രായിക് ഫോമിൽ ഒരു ഫോർമുല പഠിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ താല്പര്യമുള്ള ഇത് ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് ഇപ്പൊ ഈ ലാസ്റ്റും ഫസ്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഫോർമുലയാണ് Sn = n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു d എന്ന ഒരു ഫോർമുലയും യൂസ് ചെയ്യാം. ഞാനിത് പ്രിഫർ ചെയ്യില്ല. പല കുട്ടികളും ഈ ബ്രാക്കറ്റൊക്കെ നീക്കുമ്പോൾ തെറ്റ് വരുത്താറുണ്ട്. അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് തുക കാണാൻ ഒരു ഫോർമുല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ ജോഡികളുടെ എണ്ണം അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ വന്നത്. ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂത്രമുണ്ട്. തുക കാണാൻ സം = മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം.
മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, ടേംസിന്റെ എണ്ണം എന്ന സൂത്രം ഉപയോഗിക്കാം. ഇത് പല സമയത്ത് പല ക്വസ്റ്റ്യനും ഇത് ഉപയോഗിച്ച് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് നമുക്ക് എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ 49 പദങ്ങളുടെ തുക കാണുക, ഇത്തരം 101 പദങ്ങളുടെ തുക എന്നൊക്കെ ചോദിച്ചാൽ ഈ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്ന് കാണാൻ സാധിക്കും. മധ്യപദം എന്ന് പറയുന്നത് കാണാനും നമുക്ക് മധ്യപദം കാണാൻ എന്ത് ചെയ്യാം? ഇവിടെ നേരെ ഇങ്ങോട്ട് റിവേഴ്സ് അടിച്ചാൽ മതി അല്ലേ? മധ്യപദം തുക ബൈ റിവേഴ്സ് എടുക്കുക. അതായത് പദങ്ങളുടെ എണ്ണം കൊണ്ട് അവിടെ ഗുണനമാണ്, ഹരിക്കുക പദങ്ങളുടെ എണ്ണം. തുക ബൈ എണ്ണം കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? മധ്യപദം കാണാൻ പറ്റും. അപ്പൊ മക്കളെ, നിങ്ങൾ വിചാരിക്കും എങ്ങനെ, എന്താണ് ഈ മധ്യപദം എന്നുള്ള ഐഡിയ? മധ്യപദം എത്രാമത്തെ പദമാണ് ഈ മധ്യപദം എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. മധ്യപദം എന്തായിരിക്കും? നിങ്ങൾക്ക് ഈ മുന്നോട്ടും പിന്നോട്ടും ഒരേ നമ്പറാണ് എന്നർത്ഥം. അത് അപ്പൊ 5 പേരുണ്ടെങ്കിൽ അതിലെ മധ്യപദം എത്രാമത്തെ? മധ്യത്തിലുള്ള ആള് എത്രാമനായിരിക്കും? 5 ആളുണ്ടെങ്കിൽ മധ്യത്തിലുള്ള ആള് എത്രാമനായിരിക്കും? 3ാമത്തെ ആളായിരിക്കും. അത് ആലോചിക്കുക. 5 ആണെങ്കിൽ 3ാമത്തെയാണ് മധ്യത്തിൽ അല്ലേ? എന്താ അങ്ങനെയാണെങ്കിൽ ഈ 29 ടേംസ് ഉണ്ടെങ്കിൽ 29 ആണെങ്കിൽ ഇതിൽ മധ്യത്തിലുള്ളത് മധ്യപദം, മിഡിൽ ടേം, മധ്യപദം എത്രാമത്തെ പദമായിരിക്കും? എത്രാമത്തെ ആയിരിക്കും? 29 ആണെങ്കിൽ എളുപ്പമാർഗമുണ്ട്. 29നോട് 1 കൂട്ടുക, 30. 29നോട് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക, അതായത് 15ാമത്തെ ടേം ആണ് മധ്യപദം. 15ാമത്തെ, അതായത് x15. 15ാമത്തെ, ഇത് 15ാമത്തെ ഇത്രാമത്തെയാണ്. ക്ലിയർ? 29 + 1/2, അതായത് 15ാമത്തെ ടേം മധ്യപദം 15ാമനാണ് എന്നർത്ഥം. അപ്പൊ 15ാമനെ ഇൻറ്റു പദങ്ങളുടെ എണ്ണം ഇവിടെ 29 കൊണ്ട് ഗുണിച്ചാൽ ആ തുക കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ തുക കാണാൻ മധ്യപദത്തെ, മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് ഇതിലെ മധ്യപദം കാണാനുള്ള ഫോർമുലയും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. നോക്കൂ മക്കളെ, നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും ട്രിക്കി ക്വസ്റ്റ്യൻസ് SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 6, 10, 14 തുടങ്ങിയ സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുകയും, 20 പദങ്ങളാണ്, 20 പദങ്ങളുടെ തുകയും 15, 19, 23 തുടങ്ങിയ സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ എണ്ണം തുല്യമാണ്. തുകയും തമ്മിലുള്ള വ്യത്യാസം കാണുക എന്നാണ്. തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. കുറെ കുട്ടികൾ കഷ്ടപ്പെട്ട് ഈ സമാന്തര ശ്രേണിയുടെ തുകയുടെ സൂത്രം ഉപയോഗിച്ചുകൊണ്ട് തുക കാണും, ഇതിന്റെയും തുക കാണും, എന്നിട്ട് ആ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണും. അങ്ങനെയൊന്നും ചെയ്ത് നിങ്ങൾ SLC ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അങ്ങനെയൊന്നും ചെയ്ത് സമയം കളയണ്ട, നിങ്ങൾക്ക് സമയം തികയാതെ വരും. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വലിയ ശ്രേണി ഇതാണല്ലോ കൂടുതൽ വലുത്, അതായത് 15 നമ്പർ ടേംസ് വലുതുള്ളത് അല്ലേ? ഇതിന്റെ 20 ടേംസ് ആണ്, 20 ടേംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ ഇത് എഴുതി കഴിഞ്ഞാൽ 6 + 10 + 14 തുകയാണ് അല്ലേ? ഇത് തമ്മിൽ ഡിഫറൻസ് കാണുക എന്നാണ് ചോദ്യം. ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ 15ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. 19ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. 23ഉം 14ഉം ഡിഫറൻസ് 9 ആണ്. അങ്ങനെ എത്ര എണ്ണത്തിൽ 9 ഉണ്ടാവും? 20 9കൾ ഉണ്ടാവും അല്ലേ? 20 എണ്ണം ഉണ്ടാവും, 20 നമ്പേഴ്സ് ഉണ്ടാവും, 29 ഉണ്ടായിരിക്കും. ഈ തുക എത്രയായിരിക്കും? ആലോചിച്ച് നോക്കൂ. 9 + 9 + 9, അങ്ങനെ 20 എണ്ണം. അതായത് വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് 20 × 9 = 180 എന്ന് കിട്ടും അല്ലേ? അപ്പൊ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 180 എന്ന് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് 2 സീക്വൻസിന്റെയും 2 ശ്രേണികളുടെയും സമാന്തര ശ്രേണികളുടെയും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം തുല്യമാണ്. ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അതുകൊണ്ടാണ് ഇവിടെ സെയിം നമ്പറുകൾ വന്നത്. ക്ലിയർ ആയോ? ഇതിൽ ഫസ്റ്റ് ടേമിനേക്കാൾ 9 കൂടുതലാണ്, ഇതിൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനേക്കാൾ 9 കൂടുതലാണ്. അങ്ങനെ 20 ടേമിൽ അങ്ങനെ 9 കൂടിയാൽ 29 180 കൂടും എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അല്ല, ഇതിലിപ്പോ സെയിം അല്ല കോമൺ ഡിഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ കിട്ടുന്നത് എല്ലാം 9 ആയിരിക്കില്ല, മറ്റൊരു അരിതമെറ്റിക് സീക്വൻസ് ആയിരിക്കും കിട്ടുക. ആ അരിതമെറ്റിക് സീക്വൻസിന്റെ 20 ടേംസിന്റെ സമ്മ് നമുക്ക് ഏതെങ്കിലും ഒരു മുമ്പ് പഠിച്ച സൂത്രം ഉപയോഗിച്ച് കാണാവുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് 2 സീക്വൻസിന്റെ സമ്മ് കാണേണ്ട സമയം നഷ്ടപ്പെടില്ല എന്നർത്ഥം. ക്ലിയർ ആയിരിക്കും അല്ലേ? അപ്പൊ ഇത്തരം ട്രിക്കി ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കുക.
സിമ്പിളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടെത്താം എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ, ശരിയായ മെത്തേഡിൽ, ഏത് രീതി എന്നല്ല നോക്കുക. നമ്മൾ ചെയ്യുന്ന ആശയങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് മാർക്ക് ഉറപ്പായും കിട്ടും. പേടിക്കേണ്ട. നമുക്ക് മാത്സിനെ വളരെ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാം. നമുക്ക് വളരെ പേടിയോടുകൂടി മാത്സിനെ കാണാതിരിക്കുക. സിമ്പിളാണ് മാത്സ്. നിങ്ങൾ ക്രമമായി അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. പേടിക്കാതെ പരീക്ഷയെ സമീപിക്കുക. നമുക്ക് ഡീപ്രസിക്കാർക്കുള്ള ഒരു ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇത് ലെങ്തി ആയി പോവുകയാണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ചാപ്റ്ററുകളും ഓരോരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുമല്ലോ. നമുക്കിനി കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി അടുക്കും ചിട്ടയും കൂടി ഓർത്തു വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അരിത്മെറ്റിക് സീക്വൻസ് സാധിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പിന്നോട്ടടിച്ച് ക്ലാസ് കാണുമല്ലോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.